അറബിയിൽ ദൂരമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ വളരെ ദൂരെയാണ് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ബൈത്തി ബഈദ്, എൻ്റെ വീട് ദൂരെയാണ്. ബൈത്തി ബഈദ് മറ. മറ എന്ന് പറഞ്ഞാൽ അതൊന്നും കൂടെ ശക്തി കൂട്ടിയിട്ട് വളരെ ദൂരം എന്നുള്ള രൂപത്തിൽ പറയുകയാണ്. ബഈദ് മറ, വളരെ ദൂരമാണ്. അപ്പോൾ ബഈദ് എന്ന് പറഞ്ഞാൽ ദൂരം. അതുപോലെ മസാഫ എന്ന് പറഞ്ഞാൽ അത് ഒരു ഡിസ്റ്റൻസ് മുതൽ മറ്റൊരു ഡിസ്റ്റൻസ്, അതിനിടയിലുള്ള ദൂരത്തിന് നമുക്ക് മസാഫ എന്ന് പറയാം. മിൻ ദമ്മാം ഇല റിയാദ് എന്നുള്ളതിന് നമുക്ക് മസാഫ. വലിയ ദൂരം എന്നുള്ളതിന് നമുക്കെന്ത് പറയാം? മസാഫ ത്വവീല. ത്വവീല എന്ന് പറഞ്ഞാൽ ശരിക്ക് നീളമാണ്. ത്വവീല എന്ന് പറഞ്ഞാൽ നീളം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ മസാഫ എന്ന് പറഞ്ഞാൽ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ അതിൽ മസാഫ ത്വവീല, വളരെ ദൂരമുണ്ട്. മിൻ ദമ്മാം ഇല റിയാദ്, റിയാദും ദമാമും ഇടയിൽ വളരെ വലിയ ദൂരമുണ്ട്. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മസാഹ. മസാഹ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോപ്പ് മറ്റൊക്കെ എടുക്കുമ്പോൾ നമുക്കതിൻ്റെ മസാഹ എന്ന് ചോദിക്കേണ്ടി വരും. കം മസാഹ ദാഖിൽ, എത്ര വിസ്തീർണമുണ്ട്, എത്ര വലിപ്പമുണ്ട് ഷോപ്പിൻ്റെ അകം എന്നിട്ടുള്ളതിന് നമുക്ക് മസാഹ എന്ന് ചോദിക്കാം. മസാഹ, സ്പേസ് എത്ര ഉണ്ട് എന്നാണ് ഉദ്ദേശം. സ്പേസ് മസാഹ കം, സ്പേസ് എത്രയാണ്. കം എന്ന് പറഞ്ഞാൽ എത്ര. അതുപോലെ ഖരീബ് എന്ന് പറഞ്ഞാൽ അടുത്തുള്ളത്. ഖരീബ് മറ, ഏറ്റവും അടുത്തുള്ളത്. അഖ്റബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തുള്ളത്. ഖരീബ് എന്ന് പറഞ്ഞാൽ അടുത്തുള്ളത്. ഖരീബ് മറ എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത്. അഖ്റബ് എന്ന് പറഞ്ഞാലും അത് അഖ്റബ്, ഇത് ഏറ്റവും അടുത്തുള്ള എന്നുള്ളതിന് നമുക്ക് അഖ്റബ് എന്ന് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏറ്റവും നല്ല ദൂരം എന്നുള്ളത് അബ്അദ് എന്ന് ഉപയോഗിക്കാം. പക്ഷെ സാധാരണ ബഈദ് മറ എന്നാണ് ഉപയോഗിക്കാറ്. അല്ലെങ്കിൽ ബഈദ് കസീർ എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കസീർ എന്ന് പറഞ്ഞാൽ ധാരാളം, ബഈദ് ദൂരം. അപ്പോൾ ദൂരവുമായി ബന്ധപ്പെട്ട്, സ്ഥലവുമായി ബന്ധപ്പെട്ട് ഇങ്ങനത്തെ ഒരുപാട് വാക്കുകൾ നമുക്ക് പഠിച്ചാൽ പല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും.